ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന മറ്റൊരു സംശയമാണ് ഈ 2 സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കുമ്പോൾ അതിൻ്റെ കിണർ എവിടെ വരും, അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എവിടെ വരുമെന്നുള്ള ഇത്യാദി കാര്യങ്ങൾ. ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്, തിരുവല്ല. അപ്പോൾ ചുരുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ വീടുകൾ നിർമ്മിക്കാൻ പറ്റുമെന്ന് വളരെ ആശയക്കുഴപ്പത്തോട് കൂടിയിട്ട് പല ആളുകളും നമ്മളോട് ചർച്ച ചെയ്തിട്ടുള്ളൊരു പ്രധാന വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീട് വെറും 2 സെൻറ്റ് ഭൂമിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മുടെ മണിമലയാറിൻ്റെ തീരത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം റോഡിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ പില്ലർ തീർത്തിട്ട് സെല്ലാർ തീർത്തിട്ടാണ് അതിന് മുകളിലേക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മാണ രീതി വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റോഡിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ, ഹൈ റേഞ്ച് മേഖലകളിലൊക്കെയാണ് ഈ സെല്ലാർ തീർത്തുകൊണ്ട് വീട് നിർമ്മിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു അധിക ചിലവ് തന്നെയാണ്. ഇതെല്ലാ ഭൂപ്രദേശങ്ങളും ആവശ്യമായിട്ട് വരുന്നില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെവലായൊരു സ്ഥലത്ത് ഈ ഒരു വീട് നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ എത്ര രൂപ വരും എന്നുള്ള രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വീട് 800 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുകയെന്ന് പറയുന്നത് വെറും 14,80,000 രൂപ മാത്രമാണ്. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ബിപിൻ കുര്യാക്കോസ്. ഇപ്പോൾ കാണാൻ പോകുന്ന വീട് ബോക്സ് ടൈപ്പ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥർ എൻ്റെ അടുക്കൽ വരികയും എന്നെ സമീപിച്ചപ്പോൾ അവർ 2 കാര്യങ്ങളാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഒന്നാമതായിട്ട് അവർക്ക് 2 സെൻറ്റ് ഭൂമിയാണ് നിലവിലുള്ളത്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ 4 അംഗങ്ങളാണ് ആ ഫാമിലിയിലുള്ളത്. എന്നിട്ട് അവർക്ക് ഈ 2 സെൻറ്റ് ഭൂമിക്കകത്ത് എല്ലാ സൗകര്യങ്ങളോടുകൂടി അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ഡിസൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ 2 സ്റ്റോറി ബിൽഡിംഗ് 800 സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ ഇതിൽ ഞങ്ങളത് ആ വർക്ക് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് റോഡിൽ നിന്നും താഴ്ന്നൊരു പ്രദേശമായതിനാൽ നമുക്ക് ഫില്ലർ അടിച്ചാണ് റോഡിൻ്റെ ലെവലിൽ ഫില്ലർ അടിക്കുകയും അതിൻ്റെ മുകളിൽ ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ് എന്നീ രീതികളിൽ നമ്മൾ ബിൽഡിംഗ് ക്രമീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രദേശത്തും ഇതിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് നിലവിൽ ഒരു ലെവലായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ എങ്ങനെ വീട് വെക്കുന്നോ അതേ രീതിയിലുള്ളൊരു കോസ്റ്റും കാര്യങ്ങളുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഡിസൈൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു നീളത്തിലുള്ള 3 പർഗോള നമ്മളവിടെ കൊടുക്കുകയും ഇപ്പോഴത്തെ തടിയിലുള്ള ജനാല വെക്കുന്നതിൻ്റെ എക്സ്പെൻസ് വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് അതിൽ ലാഭമായിട്ട് തോന്നിയത് നമുക്ക് 3 പർഗോള ചെയ്യുന്നതാണ്. അത് 3 നീളത്തിലുള്ള പർഗോള കൊടുക്കുകയും അതിനകത്ത് ഗ്ലാസ് ഫ്രെയിമിൽ നമ്മൾ ഗ്ലാസ് കൊടുക്കുകയും അതിനുള്ളിൽ അതുകൂടാതെ 3 LED ലൈറ്റുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കോസ്റ്റിനെ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കി ചെയ്യാൻ അത് ഒരു സഹായമായ ഒരു കാര്യമാണ്. ഇനിയും ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന മറ്റൊരു സംശയമാണ് ഈ 2 സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കുമ്പോൾ അതിൻ്റെ കിണർ എവിടെ വരും, അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എവിടെ വരുമെന്നുള്ള ഇത്യാദി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലാണ് ഫ്രണ്ട് സൈഡിൽ ഒരു സൈഡിലായിട്ട് കിണർ ക്രമീകരിക്കുകയും താഴ്ഭാഗത്ത് ഏറ്റവും ബാക്കിലായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള കറക്റ്റ് അകലം കീപ്പ് ചെയ്താണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. റോഡിൽ നിന്നും ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ക്രമീകരിച്ചിരിക്കുന്നതിൽ അല്പം ഹൈറ്റിലായതുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ വെളിയിൽ നിന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസിന് നമ്മൾ ലേ ചെയ്തിരിക്കുന്നത് ഗ്രിപ്പുള്ള ടൈലാണ്. അതുപോലെ തന്നെ ഒരു SS-ൻ്റെ ഹാൻഡ് റെയിലും നമ്മളവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8x4 സൈസിലാണ് വരുന്നത്. അതിൻ്റെ ഫ്ലോറ് ഗ്ലോസി ടൈപ്പിൽ ഉള്ള 4x2 ടൈലാണ് നമ്മളവിടെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫില്ലറയിൽ ഗ്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഡോറിനെ പറ്റി പറയുവാണെങ്കിൽ, ഇതിൻ്റെ മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത് കട്ടളകളും അതിൻ്റെ ഫ്രെയിമും പ്ലാവിൻ്റെ തടിയിൽ നല്ല രീതിയിലുള്ള ഡിസൈനിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഭിത്തിയിൽ ഇവിടെ ഒരു രൂപക്കൂട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് വെട്ടം കിട്ടേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പർഗോള സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിൽ നിന്ന് നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ ഈ പർഗോളയ്ക്കകത്തു നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫ്ലോർ ടൈല് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെയർ കേസ് നമുക്ക് വരുന്നുണ്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷന്. അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതുള്ളത് നമ്മുടെ ഈ വീടിൻ്റെ പ്രധാനമായ ഒരു ഡൈനിങ് ഏരിയയാണ്. ഈ ഡൈനിങ് ഏരിയ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ വെട്ടം കിട്ടേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു 3 പാളിയുടെ വിൻഡോ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിലൊരു TV യൂണിറ്റ് നമ്മൾ ഈ ഒരു ഭിത്തിയിലാണ് സ്ഥലമുള്ളതിനാൽ നമ്മളിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ പൈസ ചിലവാക്കാതെ
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ദിവാൻ കോട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു 3 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിന് കട്ടളകളെല്ലാം തടിയിലും അതിൻ്റെ ഫ്രെയിമുകളെല്ലാം നമ്മൾ കോസ്റ്റ് ചുരുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ വരുവാണെങ്കിൽ ഈ വീടിൻ്റെ ഒരു വാഷ് കൗണ്ടർ ഇവിടെയാണ് നമ്മൾ ഓപ്പണായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വീടിനും ഉള്ളതുപോലെ തന്നെ ഈ വീടിന് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോർ യൂസ് ചെയ്തിരിക്കുന്നത് സ്കിൻ ഡോറാണ്. അത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ടിസൈഡ് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് നമ്മൾ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്, സിംഗിൾ പീസിന്റെ. അതുപോലെ തന്നെ ഒരു ഷവറുണ്ട്. ബാക്കിയുള്ള എല്ലാ നോർമൽ ഒരു ബാത്റൂമിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സിനോടും ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ഡിസൈൻ അനുസരിച്ചുള്ള. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ വീടിന്റെ കിച്ചണാണ്. ഈ കിച്ചണിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഇരു സൈഡുകളിലുമായിട്ട് നമ്മൾ കബോർഡുകൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കബോർഡുകളുടെ ടോപ്പ് നമ്മൾ ഇട്ടിരിക്കുന്ന 2 സൈഡിലും ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കബോർഡുകൾ എന്ന് പറയുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ്. അതുപോലെ തന്നെ ഈ വീടിന് ഗ്ലാഡിംഗ് ടൈൽ നമ്മൾ ഭിത്തികളിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡിലായിട്ട് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് വെട്ടത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഇത് തടിയിൽ ചെയ്തിരിക്കുന്നതാണ്, ഇതും തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചറിൽ അവർക്ക് മുകളിൽ ഭാഗങ്ങളിൽ അവർക്ക് കബോർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലവും നമ്മളിവിടെ നിലവിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിന് ഫ്ലോർ ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ്. വെള്ളമയം കാര്യങ്ങളൊക്കെ ഒരു കിച്ചൺ ആയതുകൊണ്ട് ആ വീഴുന്നത് കാരണത്താൽ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ രീതിയിലാണ് നമ്മൾ മാറ്റ് ഫിനിഷാണ്. അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്യാസിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പ് അത്യാവശ്യം കത്തിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പവർ സ്വിച്ചും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജിനുള്ള ഏരിയയും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട്. അങ്ങനെയല്ലേ? ഭംഗിയായിട്ടുണ്ട് എന്തായാലും. ഇനി നമ്മൾ ഈ വീടിന്റെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് നിലവിലുള്ളത്. അതിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് ഇതുള്ളത്. അതിന് നമുക്ക് 2 സൈഡിലായിട്ട് നമ്മൾ വിൻഡോകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ 3 പാളിയുടെ വിൻഡോയും ഒരു മറു സൈഡിൽ നമ്മൾ 2 പാളിയുടെ വിൻഡോയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫ്ലോർ ടൈലുകൾ എന്ന് പറയുന്നത് 2x2 ഫ്ലോർ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ വീടിനും ഉള്ള പോലെ തന്നെ ഈ വീടിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നിലവിലുണ്ട്. അതിന്റെ ഡോർ യൂസ് ചെയ്തിരിക്കുന്നത് സ്കിൻ ഡോറാണ്. എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ നമ്മൾ ഇതിന് നിലവിലെ എല്ലാ ഫെസിലിറ്റീസും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഷവറ് കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും ചെയ്തേക്കുന്നത് വോൾട്ടൈൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതെ. ഇനി ഇതിന്റെ സ്റ്റെയർ കേസാണ്. ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ സ്റ്റെയർ കേസ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റെയർ കേസിന്റെ ടൈൽ എന്ന് പറയുന്നത് വൈറ്റ് കളറിന്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു വെട്ടം കിട്ടേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ആ ജനലിൻ്റെ കട്ടളകൾ തടിയും അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് കുറയേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫ്ലോർ വന്നിരിക്കുന്ന ഒരു കേർവ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെ ഡൈനിങ് ഉള്ളത് കാരണം അവിടെ വെട്ടം കിട്ടേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരാളെ നോക്കണമെങ്കിൽ ഒരു സാഹചര്യം എളുപ്പം ഒരാളെ നോക്കണമെന്നുള്ള സാഹചര്യം എളുപ്പം കാണാൻ തക്കോണമായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതാണ് ഇതിൻ്റെ അപ്പർ ലിവിങ് വരുന്നത്. ഇവിടെ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയയാണ്. ഇവിടെ ഒരു 2x2 ഫ്ലോർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കെയർ ഉള്ളതിനാൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ആ SSനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിസൈൻ ടൈപ്പിൽ ഒരു ആർട്ട് ടൈപ്പിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെ നമ്മളൊരു 2 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പുഴയുള്ളതിനാൽ നല്ല കാറ്റും എയർ സർക്കുലേഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ 2 ബെഡ്റൂമും ഒരു ബാത്റൂമും കൂടാണ് നിലവിൽ നമുക്കുള്ളത്. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് നടന്നത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ക്ലിയർ ചെയ്ത് അവർ ഹൗസ് വാമിങ് നടത്തുകയും അതിനുശേഷം ബാക്കി പെൻഡിങ് ഉള്ള വർക്കുകൾ അടുത്ത ആഴ്ച മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശരി, അവർ പെട്ടെന്ന് താമസിച്ചുകൊണ്ട് തന്നെ വർക്കുകൾ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം. അതെ. വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.